ഏതൊക്കെ തെരഞ്ഞെടുപ്പ് വന്നാലും ആരൊക്കെ ജയിച്ചു കയറിയാലും കാസർകോട്ടെ എൻഡോസൾഫാൻ കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷനും ചികിത്സാ സഹായങ്ങളുമൊക്കെ കൃത്യമായി ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉണ്ടായിരുന്ന എൻമകജെ പഞ്ചായത്തിലെ മുത്തുഅമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയാണ്. എൻമകജെ പഞ്ചായത്തിലെ പട്രെ വില്ലേജിലാണ് മുത്തുഅമ്മയുടെ വീട്. തുളുഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന കുടുംബം. മുത്തുഅമ്മയുടെ 4 മക്കളിൽ 3 പേരും എൻഡോസൾഫാൻ ദുരിതബാധിതർ. കിട്ടണ്ണ ഷെട്ടിയും ശ്രീധര ഷെട്ടിയും കുസുമവും. ഇതിൽ കുസുമവും ശ്രീധര ഷെട്ടിയും രോഗം മൂർച്ഛിച്ചു മരിച്ചു. രോഗബാധിതരിൽ ജീവിച്ചിരിക്കുന്നത് 42കാരനായ കിട്ടണ്ണ ഷെട്ടി മാത്രം. മുത്തുഅമ്മയുടെ ഭർത്താവ് ഷീനപ്പ ഷെട്ടി മരിച്ചതോടെ കുടുംബം ദുരിതത്തിലായി. പതിയെ 85കാരിയായ മുത്തുഅമ്മയ്ക്കും മകൾ സരസ്വതിക്കും രോഗം ബാധിച്ചു. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതനായ കിട്ടണ്ണ ഷെട്ടിയുടെ പാഡ്രെ വില്ലേജിലെ നായർ ബാളിക വീടിനകത്തേക്കാണ് ഞാനൊന്ന് പോകുന്നത്. ഇവിടെ അമ്മയും സഹോദരിയും കിട്ടണ്ണ ഷെട്ടിയും മാത്രമാണ് താമസം. അവർ കഴിയുന്ന മുറിയിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ഒരു പുനരധിവാസ കേന്ദ്രം വേണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാരിന് മുന്നിലുണ്ട്. അതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ വീട്ടിലെ 3 മനുഷ്യജീവനുകൾ. അസുഖബാധിതരായ 3 പേർക്കും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പരസഹായം വേണം. ಇದ್ದಿ ಎನ್ನ ಒಳ್ಳಾಕೊಂಡೊತ್ತು ಮರ್ದು ಅನ್ಕೊಳಕಲ್ಲ ಇದ್ದಿ ಉಕಯಿಂದ ಅನ್ಕೊಣೆ ಅಂಚ ಮೂಳೆ ಕುಳಿತು ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆ ಇರ್ತೆ ಮರ್ದು ಕೊಣತ್ತು ತಿನ್ಕೊಣೆ ಆಯ್ತು ನಡಪ್ಪೆ ಅಲ್ಲ ಪೂಜಿ ದಾಳದ್ದಿ ಬೇತ ಏರ್ಲ കൊണ്ടുപൂജി ನಾನು സുഖേരസു ഏർലദ്ദി. എൻഡോസൾഫാൻ സമരസമിതിയുടെ ദീർഘകാലത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ മുത്തുഅമ്മയുടെ കുടുംബത്തിന് ആശ്വാസമാകൂ. സഹായിക്കാൻ ആരില്ല. അതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. തയ്യാറാക്കാൻ ആരില്ല. അതുകൊണ്ട് പുനരധിവാസന ഇത് ഉറപ്പായിട്ട് ചെയ്യണമെന്ന് പറയുന്ന അത്ര. അവഗണനയുടെ പാരമ്യത്തിൽ കഴിയുന്ന ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പുറത്തറിയണമെങ്കിൽ ദിവസങ്ങളെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ വീട്ടിലെ 3 പേരും ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ നാട്ടിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരാരും സംഘടിത വോട്ട് ബാങ്കല്ല എന്നുള്ളതാണ്. ഈ 3 മനുഷ്യരുടെ ജീവിതം ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നു. വിജയ് ഷണങ്കൂറിനൊപ്പം എൻമകജയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.